ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞങ്ങൾക്ക് ഭയങ്കര വിശേഷമായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മരണത്തിന് പോയപ്പോൾ ഞങ്ങളുടെ ഒരു കടമ, അതായത് ഞങ്ങളുടെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ടേക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് എന്ത് ഞങ്ങൾ വീട്ടിൽ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാറുണ്ട്. ഞങ്ങളൊരു കല്യാണത്തിന് പോയാലോ അല്ല ഒരു ടൂർ പോയാലോ അങ്ങനെയല്ല. അന്നേരം ഇന്നലെ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് പോകാൻ വേണ്ടി വന്നു. അതിന് പോകാൻ വേണ്ടിയാണ് ഇന്നലെ രാവിലെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത്. എന്നിട്ട് ഞങ്ങൾ ചോറിന്റെയോ കാപ്പിയുടെയോ ഒന്നും വീഡിയോ ഇട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മരണത്തിന് പോകാനെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അതിന് കുറെ കമന്റ് വന്നിട്ടുണ്ട്. ഒരാൾ ചോദിച്ചേക്കുന്നു, നിങ്ങൾ കാശിന് വേണ്ടിയാണോ? കാശ് വിട്ടുള്ള കളിയില്ലെന്ന്. എന്താ ഞങ്ങൾ കാശിന് വേണ്ടി ഇതിനകത്ത് കാണിക്കുന്നത്? എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനകത്തൊരു മോശമായ ഒരു വീഡിയോ ഇന്നുവരെ വന്നിട്ടില്ലല്ലോ. കൂടുതൽ എക്സ്പോസ് ചെയ്തോ, വസ്ത്രം കുറച്ചോ, തെറി വിളിച്ചോ ഒന്നും ചെയ്യുന്നില്ല. അതിനുപോലും ഞങ്ങൾ ആവശ്യമില്ലാത്ത ഒരു മറുപടി കൊടുക്കാറില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് മരണത്തിന് പോകുന്നതിന് വീഡിയോ ഇടണം ചേച്ചി. ഞങ്ങൾ എന്താ വീഡിയോ ഇട്ടേ? നമ്മൾ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കുഞ്ഞിന്റെ ഒരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കിണർ കുഴിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും ചോദിക്കാണ്ടായിരുന്നു. മരണത്തിന് പോവാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു മര്യാദ. അതായത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അവർ പിന്നെ ഉടനെ ഞങ്ങളെ വിളിക്കും. അതെ, എന്ത് പറ്റി വീഡിയോ ഇല്ലാത്ത, എന്ത് പറ്റി വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചു വിളിക്കും. അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ വയ്യാത്തയാണോ, കുഞ്ഞിന് വയ്യ എന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾ രാവിലെ പറഞ്ഞിട്ട് പോയി, ഞങ്ങൾ പോവാണ്, മരണത്തിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ വേറൊരാളുടെ കമന്റ് ആണ്, എന്നാ മേക്കപ്പ് വേണമെന്ന് പറഞ്ഞത്. എന്താ ബാബു ഒരുങ്ങിയേക്കുന്നത്? ഞാൻ സാധാരണ കുളിച്ചിട്ട് ഒരു പൊട്ട് തൊടും. ആ പൊട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ സാറിന് ചന്ദനം തൊടും. ഇന്നലെ ഞാൻ ചന്ദനം തൊട്ടിട്ടില്ല. പിന്നെ നെറ്റിയെ കുങ്കുമ പിന്നെ എത്ര വർഷമായി ചെയ്തതാണ്. അത് ഇട്ടോണ്ട് ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ കമ്മലും മാലയും, അമ്മയുടെ എല്ലാ വീഡിയോയിലും അമ്മ ഈ കമ്മലും മാലയും തന്നെ ഉപയോഗിക്കുന്നത്. അല്ലാതെ കല്യാണത്തിന് പോകുമ്പോഴാ ഒരു കമ്മലും മാലയും, മരിപ്പിന് പോകുമ്പോഴാ ഒരു കമ്മലും മാലയും, കടയിൽ പോകുമ്പോൾ ഇടാനൊരു കമ്മലും മാലയായിട്ട് അങ്ങനെ മാറി മാറി ഇടാനായിട്ടുള്ള കമ്മലും മാലയൊന്നും ഞങ്ങൾക്കില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പറഞ്ഞവർക്ക് വാങ്ങിച്ചെന്നു. അതെ. പിന്നെ വേറൊരാള് കമന്റ് ഇട്ടുണ്ടായിരുന്നു, എന്നാ പിന്നെ ലാസ്റ്റ് ഓടി വായോ പേരപ്പന്റെ വീട്ടിലെന്ന് പറയാറുന്നില്ല. ഒരിക്കലും പറയാറില്ല. ആ പുള്ളി പറയുമായിരിക്കും, ആ പുള്ളിയുടെ വീട്ടിലെങ്കിലും മരിക്കുമ്പം ഓടിവായോ ഞങ്ങളുടെ വീട്ടിലെന്ന് ചിലപ്പോ പറയുമായിരിക്കും. ദേവുവിന്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവാണ് മരിച്ചത്. ഞങ്ങൾ കുടുംബസമേതമാണ് പോയത്. അതെ, അതായത് ഞങ്ങള് ദേവുവിനെയും നിങ്ങളെ ആരെ അങ്ങോട്ട് ക്ഷണിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുകയാണെന്നുള്ള വിവരമാണ് അറിയിച്ചത്. അവന് ചിലപ്പോ അവനെ വിളിച്ചായിട്ട് തോന്നിക്കാണുമായിരിക്കും. അവന്റെ കുടുംബത്തൊക്കെ അങ്ങനെ ആയിരിക്കും. ദേവും എന്റെ മോനും എന്റെ കുഞ്ഞും ഞാനും എന്റെ ഭർത്താവും ഞങ്ങൾ എന്റെ അനിയത്തി ഞങ്ങൾ കുടുംബസമേതമാണ് പോയത്. അതല്ല, ഇനി അവൻ അങ്ങനെ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ കുടുംബത്താരെങ്കിലും മരിപ്പിന് ആകുമ്പോഴത്തേനും പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടാം. ഓടിവായോ അവന്റെ വീട്ടിലോട്ടൊന്നും പറഞ്ഞുകൊണ്ട്. ഒരു കമന്റ് ഇടുമ്പം സാമാന്യ ബുദ്ധി വേണം ഇടുന്നവന്മാർക്ക്. അല്ലാണ്ട് ചുമ്മാ എന്നാ വേണേലും വന്ന് അടിയിലിടാം എന്നുള്ളൊരു തോന്നൽ ഈ മൊബൈൽ മേടിച്ചോണ്ടിരിക്കുന്നവന്മാർക്കുണ്ട്. ആ തോന്നൽ വെറും മറ്റടുത്ത തോന്നൽ. അത് പറയാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു വീഡിയോ.